നട്ടുച്ച നേരാണ്, അതുകൊണ്ട് പുറത്തുണ്ടാവും ചാൻസ് ഇല്ല. വീടെടുക്കാൻ വന്നടി, വെയിലായി. ഇതെന്താ ഉണക്കാൻ വെച്ചല്ലേ? ഉണക്കാൻ വെച്ചല്ലേ? എന്താ സോഫയൊക്കെ ആയി വലിയ ആളായി. മാപ്പിളയും പെണ്ണുങ്ങളും ഉണ്ടാകും. നവദം ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്താ വെച്ചാൽ, നിങ്ങൾക്ക് നമ്മൾ വീഡിയോ കാണുന്നവർക്ക് അറിയാം, ഇപ്പം ഇങ്ങനെ ഉഗ്ഗണോണ്ട് അസുഖം ഉള്ളതുകൊണ്ട് ഇപ്പം ആ പെരിയിൽ ഒറ്റ കസാര നിൽക്കലില്ല. വാങ്ങി 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 നമ്മൾ കുഴങ്ങ നല്ല കസാരയൊക്കെ അല്ല. ഉപ്പാനെ പറഞ്ഞിട്ട് കാര്യമില്ല, ഉപ്പാൻ്റെ തടി ആ കസാര ഒതുങ്ങൂല. അപ്പോൾ ഇപ്പനാളത്ത് ഉമ്മ ഇങ്ങനെ അടവിനൊരു കസേര വാങ്ങീന്. ഒരു എന്താ അത്യാവശ്യം നല്ല പൊട്ടാത്ത വിലയുള്ള കസേര വാങ്ങീന്. അത് ഉപ്പ ഊണാലെ ഇരുന്ന് അത് പൊട്ടി. അപ്പോൾ ഉപ്പാക്ക് 10-20 കസേര ഇപ്പോൾ ഇത്രയും കൊല്ലമായി വാങ്ങിയിട്ട് നിൽക്കണില്ല. അപ്പോൾ ഷെഫീക്ക് ആദ്യം ഓരോട് പറഞ്ഞിനി നമുക്കൊരു സോഫ ഏൽപ്പിച്ചിക്കണ് എന്ന് പറഞ്ഞിനി. അതിൽ ഇന്നിപ്പോൾ അയാൾ ഷെഫീക്ക് വിളിച്ചിനി, ഇന്ന് വരുന്നുണ്ടടി, ഒന്ന് പോയി കൊടുക്കൊണ്ടിരുന്നു. അതിന് ഞാൻ പറഞ്ഞാൽ പറയണ്ടേ, നമുക്ക് ഉപ്പാക്ക് അറിയാതെ കൊണ്ടുപോയി കൊടുക്കാറുണ്ട്. അപ്പോൾ സോഫയും കാര്യമൊക്കെ ഇവിടെ എത്തിക്കണം. ഓൻ്റെ ചെങ്ങായി തന്നെയാണ് അത് ചെയ്യണത്. ഓൻ്റെ ഇപ്പോൾ സ്കൂൾ പഠിച്ച ചെങ്ങായി തന്നെയാണ്. അപ്പോൾ ആൾ വിളിച്ചിക്കണം അവിടെ എത്തിക്കണം. അതിൽ ഞാൻ പറഞ്ഞാൽ അവിടെ നിൽക്ക്, ചെറിയാപ്പൂനെയും കൂട്ടി ഇനി പോയോക്കട്ടെ, അവിടെ നിൽക്കാൻ വന്നിരിക്കണം വണ്ടിക്കാരോട്. അപ്പോൾ ഏതായാലും ഇപ്പം കൊയിഞ്ഞാടേന് ഇനി ഈ സോഫ ഇപ്പാന്ന് പറഞ്ഞിട്ട് കാര്യമല്ല, ഇപ്പാൻ്റെ തടി അങ്ങനെ ഒരു ബലം വെച്ച തടി ആയതുകൊണ്ടാണ്. അപ്പോൾ സോഫ ഇരുന്നാൽ കുഴപ്പമുണ്ടാവില്ല, കാര്യം സോഫ ഇരുന്നിരുന്ന് പോകുന്നല്ലാതെ സോഫ പൊട്ടൂലല്ലോ. അപ്പം എന്താ നോക്കട്ടെ കേട്ടോ. ഞങ്ങൾക്ക് ചെറിയാപ്പ് വരുന്നുണ്ട് തോന്നുന്നുണ്ട്, ചെറിയാപ്പ് പുറത്തു പോയതാണ്. ഇപ്പം ആ കാര്യം വെച്ച് ആ മാതാവിൻ്റെ അവിടെ അല്ലേ, അവിടെ കയറിയിരിക്കണം. അപ്പോൾ ചെറിയാപ്പ് പോകാൻ പോവാൻ അത് ചെറിയൊരു പ്ലാന് മൈൻഡിലുണ്ട്. എങ്ങനെയാവുന്ന അറിയില്ല, ചിലപ്പോ ആ പ്ലാൻ മാറ്റും. നോക്കട്ടെ, പൊന്തുന്ന സാധനമാണെങ്കിൽ പ്ലാൻ അതേമാതിരി. അപ്പൊ ചെറിയാപ്പൂന് പൊന്തു, കാരണം സോഫന്റെ പണിന് ചെറിയാപ്പൂന് ആദ്യം. അപ്പൊ പോയോട്ടെ, വന്നോണ്ടിരിക്കാണ്. അപ്പൊ ഞങ്ങള് എവിടെ നിർത്തുക? പള്ളിന്റെ അവിടെ നിർത്താ. ആ മീശ അവിടെ നിർത്തിച്ചല്ലേ. അപ്പൊ നിർത്തിച്ചിട്ട് ചെറിയാപ്പ് സോഫ പണി ആയതോടെ ചെറിയാപ്പ് കൊറേ സോഫ കയറ്റിന്ന് അറിയുന്നത്. അല്ല ഇപ്പൊ നിങ്ങള് പറഞ്ഞു നിങ്ങൾക്ക് സോഫ പണി അത് കുഴപ്പമില്ല. പഞ്ഞല്ലേ അത് ഞങ്ങൾ ഇതിലങ്ങനെ കേറാണ്, വണ്ടി വേക്കിലുണ്ട്. സോഫയും കാര്യൊക്കെ ഉണ്ട്. എന്താ പറയാ, ഇപ്പൊ പൊന്തിച്ചൂലേ? ഒറ്റ പൊന്തിച്ചുവോ? വണ്ടിക്കാരെ പോവാട്ടോ. താന്ന് നല്ല രസമുണ്ട്. തള്ളന്നൊക്കെ പറഞ്ഞ ഒറ്റ തള്ള. എന്നാ പൊന്തിച്ച് നോക്കട്ടെ. യോ ബാഹുബലിന്റെ മ്യൂസിക് ഇടാ, പച്ച ഉണ്ടാക്കാൻ ഇതിട്ടോ. പയ്യതുണ്ടോ പയ്യത് വെച്ചാൽ ഉമ്മ കാണുകയാണെങ്കിൽ. കട്ടപ്പ ഇത്രയും സത്യമൊക്കെ ഉണ്ടായില്ലേ. അപ്പൊ നിങ്ങളായിട്ട് കച്ചവടം കൂടുമ്പോ സൂക്ഷിക്കണം, എടുത്തറിയാൻ ചാൻസ്. പച്ച ഉണ്ടാക്കാൻ കേട്ടോ. നമ്മളവിടെ എത്താനായി, അവിടെ കൊണ്ടുപോയി വെച്ചോക്കട്ടെ. പുറത്തുണ്ടാവൂല എന്നാണ്, നട്ടുച്ച നേരാണ്, അതുകൊണ്ട് പുറത്തുണ്ടാവാൻ ചാൻസ് ഇല്ല. മുറ്റത്തൊരു സോഫ ഇക്കണ്ടെങ്കിൽ നമ്മളൊന്നും അറിയാത്ത മാതിരി. അപ്പൊ ഞാൻ നടന്നു തരൂലേ.
ഒരു ഡൗട്ടും കൊടുക്കണ്ട, ഇന്നെ കണ്ടാ തന്നെ ഒരു ഡൗട്ട്. ഇച്ചിപ്പോ എവിടെയും കേറി ചെല്ലാൻ പറ്റാത്ത അവസ്ഥയാണ്. വീഡിയോ എടുക്കാന് ഞാൻ സിഫ്ന വിളിച്ചിട്ട് വീഡിയോ എടുക്കാൻ വരുന്നുണ്ട്. അത് കേട്ടോ. ഞാൻ ചിലപ്പോ ഇന്ന് വരുവക്കാരെന്ന് പറഞ്ഞേനെ. ഞമ്മക്ക് ഇങ്ങനെ റിപ്പാക്ക് സോഫ അല്ല അതിന്റെ യൂട്യൂബത്തെ ആൾക്കാർ കൊണ്ടുവന്നിട്ട് അത് ഞമ്മക്കൊന്നും അറിയാത്ത അതിൽ കയറി പോവാ. കൊയങ്ങി സാധനം മുറ്റത്തന്നെ ഉണ്ട്. ആരും കണ്ടിട്ടുമില്ല, വാതിൽ ഉറന്നിട്ടുമില്ല. സിഫ്നോയ് നോണേ വീഡിയോ എടുക്കാൻ വന്നടി. വെയിലായി. ഇതെന്താ ഉണക്കാൻ വെച്ചല്ലേ? ഉണക്കാൻ വെച്ചല്ലേ? അല്ലേ ഞാൻ റീൽ എടുക്കാൻ വന്നാണ്, വീഡിയോ എടുക്കാൻ വന്നല്ല. സോഫ തമ്മ ഞങ്ങളിപ്പോ റീൽ എടുക്കാൻ വന്ന. അത് ഞങ്ങള് വണ്ടിയായിട്ട് വന്നാ. അല്ല ഒരു കുടിസന്തപ്പോ പോണു അതിനാണാവോ? അതിനാണോ ഓന് വിളിച്ചു നോക്കി ഓലിക്ക് വിളിച്ചിട്ടുണ്ടാവും വട്ടന്മാരെ. ആതനാണോ നോക്കിക്കോ. അതൊക്കെ പൊളിഞ്ഞിങ്ങനെ ഇതിപ്പോ മുണ്ടാതെ കൊണ്ടുവന്നിടും ആരായാലും. ഇപ്പൊ ഒരു വണ്ടി ഇതിലെ പോയിക്കണേ. ഇല്ലമ്മ, അതിന് പുറത്താണോന്ന് അറിയണ്ട. കൊള്ളാനേ തന്നെയാണ്. ആര് പറഞ്ഞു? ഓനോട് പറഞ്ഞു ഉമ്മ അടുത്ത ആഴ്ച കൊണ്ടോ തരുന്നേ. ഓന് ഭയങ്കര ദേനിയായിരുന്നു. എന്തേനി ഓന് പണിയേനി പറഞ്ഞു. അല്ലല്ലോ സിഫ്ന, ഇങ്ങോട്ടൊരു വണ്ടി വന്നിട്ടില്ലല്ലോ. ഇപ്പൊ ഒരു വണ്ടി പോണോ? പൊന്നാല മാരുതാണാവോ? ആരുതാണാവോ? മാരതല്ല. ഇന്ന് ഷഫീഖിന് വിളിച്ച. സിഫ്ന ഷഫീഖിന് വിളിച്ചാ സാധനം നല്ല രസമുണ്ടെങ്കിൽ തൊട്ട് നാസാക്കണ്ട. അതിന്റെ പൈസ ഒക്കെ കൊടുക്കണ്ടേ? പൈസ ഒന്നുമില്ല. ഇരുന്നാ സുഖമൊക്കെ ഉണ്ട് സിഫ്ന. എന്നോട് പറഞ്ഞു ഓന് ഈ ആഴ്ച കൊടുക്കും. ഈ ആഴ്ച കൊണ്ടുവന്നിരുന്നല്ലമ്മ പറഞ്ഞേ. ഇതിപ്പോ 27 വരണ്ട്. 27 പേര് അതല്ല ഇപ്പൊ പറയണേ. ഞങ്ങളിപ്പോ റീലെടുക്കാൻ വന്നാണ്. നിങ്ങളെ കൊണ്ടുവന്നിട്ടേ അല്ല, നിങ്ങളെ കൊണ്ടുവന്നിട്ടേ എന്നാ പിടിച്ചുള്ളു കിട്ടോളി. നമ്മൾ തന്നെയാണിത്. സിനുവിനോട് പറഞ്ഞില്ല സോപ്പാണ് ഇതിലെ കൊള്ളു. ചെറിയാപ്പ താഴെ ഓട്ടോറിക്ഷ ഇറക്കി അവിടുന്ന് മുതലേറ്റ് ഇവിടെ കൊണ്ടുവന്നിട്ട് ഞങ്ങള് പിന്നെയും പോയി സ്കൂട്ടി എടുത്തൊന്നും നിങ്ങൾ അറിഞ്ഞിട്ടില്ല. ഞങ്ങൾ അറിഞ്ഞേക്കണ്. ഓട്ടോറിക്ഷ കൊണ്ടുവന്ന് ഞാനവിടെ പൈസ കൊടുത്തത് 250. ഓട്ടോറിക്ഷയിൽ വന്നു. എന്നിട്ട് ആ മീശക്കാക്കാന്റെ അവിടെ ഇറക്കി. അല്ല, ഓട്ടോറിക്ഷക്കാരെ ഇറക്കി. എന്നിട്ട് ചെറിയാപ്പ ഇങ്ങോട്ട് ഏറ്റി. അപ്പോൾ ഈ വരിയിൽ ആരുമില്ല. എന്നിട്ട് ഞങ്ങൾ പിന്നെ ഇതായിട്ട് പോയി. എന്നിട്ട് വണ്ടിയായിട്ട് ഇങ്ങനെ വന്ന് നിർത്തി. എന്നിട്ട് ഒരു 2-3 മിനിറ്റ് ഞങ്ങളൊക്കെ വന്നു. ഒരു വണ്ടി പെരിയില്ല. അപ്പൊ പെരിയില്ല. പള്ളിക്ക് പോണ വീടെടുക്കാൻ വരൂല എന്തായാലും. ചെറിയ പാർക്ക് ഞങ്ങളിപ്പോ നിങ്ങൾ വാതിലോർക്കുമ്പോ കണ്ണിയായിട്ട് സോഫ നോട്ട് വിചാരിച്ചിട്ടേ. ഇത് മണി മറ്റേ സിനിമയില് ബാബു കൊയ്സില് ആ ഡയലോഗ് കാണണ്ട. ചെറിയാപ്പ് 2 കൊല്ലം സോഫ കമ്പനിയിലെ ഞാൻ പൊന്തിച്ചെന്ന് പറഞ്ഞു. ആയിക്കോട്ടെ പോയേക്കില്ല. അല്ല, പറയാൻ പറ്റൂല. നമ്മളിവിടെ കൂടി ഇരുന്നേക്കുന്നേ ആ സാധനം നമ്മളെ മുറ്റത്ത് കുറഞ്ഞ ഇറക്കിയിരുന്നു. അതാണ് എന്താ സിഫ്ന ഇങ്ങനെ നക്കാനോള് ആദ്യമായിട്ട് നമ്മളെ പേര് ആദ്യമായിട്ടും സോഫ വള്ളിക്കൊണ്ടേ
അതാ കൊള്ളൂലമ്മ. എന്താ കൊണ്ടില്ലെങ്കിൽ കടത്തി കൊണ്ടുപോകാം. സിഫിനെ മലത്തിയാണ്ടായാലും കൊണ്ടുപോകും. കൊള്ളു ഇത് പലമാരെത്തിയാ അതിരാവോ അപ്പൊ സിനിമയില്. ഇങ്ങനെ കൊണ്ടുവിടെ വെച്ചത് ആ പൈസ അപ്പൊ കൊള്ളൂല. പറിച്ച മാതിരി നമുക്ക് സോപ്പ് ഇടാൻ വേണ്ടിട്ട് വാതിലെത്താം. പുറത്തേക്ക് ഞങ്ങളെ പെണ്ണുങ്ങളൊന്ന് കാണിച്ചാറ് ഞങ്ങളിങ്ങനെ വാല പുറത്തിറങ്ങിട്ട് തൊട്ട് കാണും. അങ്ങനെയുണ്ടോ? നമുക്ക് അങ്ങനത്തെ കുറിച്ച് അപ്പൊ സൗദിക്കാരെ 2500 ഉറുപ്പിയുള്ളൂ കേട്ടോ. ഇത് ആരാ ചെയ്തെന്നേന്ന് വിചാരിച്ചാല് ഷെഫീഖിന്റെ കൂട്ടുകാരന് എന്നെ ഓന്റെ പേരൊക്കെ മെൻഷൻ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് ഷാഹിദാണ്. ഓന്റെ കടന്റെ പേര് വരുന്നത് എന്താ വീട്ടി കട്ട എന്ന് പറഞ്ഞൊരു കടയാണ്. പൂത്തല്ലില്ലേ കേട്ടോ. അപ്പൊ പൂത്തല്ലാർക്കൊക്കെ വേണമെന്നുണ്ടെങ്കിൽ പോയിക്കോളിട്ടോ. രസം ഇജ്ജ് കടന്നു ഇരുന്നൊക്കെ കഴിച്ചിക്കണ്. ഞാനിരിക്കണ് തൊണ്ണൂറ് കഴിഞ്ഞ് പോവാനായില്ലേ? വിട്ടോ പോവില്ല. ഇത് ഞങ്ങൾക്കൊരു 19 കസേരയില് ഈ പെരിയില് വാങ്ങിയേക്കണ്. പറഞ്ഞിട്ട് കാര്യമല്ല. സോഫ വാങ്ങി കൊടുത്തൂടെ ചോദിച്ചിട്ടുണ്ട്. ഇൻഷാല്ലാ അങ്ങനെ ഇത് ഞങ്ങള് പൊട്ടാണെങ്കിൽ ഞങ്ങള് പ്രത്യേകം വീഡിയോയിലുണ്ട്. ഇത് കഴിഞ്ഞ എന്താ നിങ്ങൾ വാങ്ങി തരണ്ടേന്ന് പറയുന്നുണ്ട്. ഇരുമ്പ് തുരുമ്പാക്കണ ആളാ. പക്ഷെ അങ്ങനെയല്ല കേട്ടോ. ഇപ്പാന്റെ ആ തടിയായിട്ട് താങ്ങൂല. ഇരുന്നു പെട്ടെന്ന് വെക്കണോണ്ടാണ് പെട്ടെന്ന് നാശമായി പോണത്. പക്ഷെ ഇപ്പാക്ക് എന്താ പറയാ, ഇത് ഒന്നും പാടെ അടുപ്പിച്ചാണെങ്കിൽ ഇപ്പാക്ക് നീച്ചാൻ കഴിയും. ഇതുമ്പോ ബലത്തൂല. നീച്ചണെങ്കിൽ ഒരാൾ വേണം. മനസ്സിലായോ? കസേരമ കുടിച്ച മാതിരി ഈ ഭാഗം ഇങ്ങനെ ആയി ഇതാവും. അതാണ് ഉണ്ടാവുക. അവിടെ ഉപ്പാണ് നീപ്പിച്ച് വരുന്നുണ്ട്. ഇപ്പൊ വരുന്നുണ്ട് കേട്ടോ. സെറ്റ് എന്താ സോഫയൊക്കെ ആയി വലിയ ആളായി. ഇനിയിപ്പോ വന്ന് നീച്ചൂല എന്റെ സോഫ. അവ തന്നെ കടക്കും ജഡ്ജമാണെങ്കിൽ. ആ പാണ്ടിലോറി വരുന്നുണ്ട്. ഇപ്പൊ ഇങ്ങോട്ടില്ലേ പൊട്ടിച്ചിട്ടേ വാങ്ങിയതാണ് ഇപ്പൊ. അടങ്ങി കുത്തിരിക്കുക. എല്ലാരും വാങ്ങി തരാൻ പറഞ്ഞിട്ട് വാങ്ങി തരുന്നാ. ഞമ്മക്ക് ഈ ഐഡിയ അല്ലേ, സോഫിന്റെ ഐഡിയ അല്ലേ. ഞാൻ സീനോട് പറയേ പിന്നെ നിങ്ങൾ പറഞ്ഞു ചൂടിൽ കസേര മതിയോ വേറെ കസേര മതി. ലാസ്റ്റ് സോഫിക്ക് എത്തിയത് സാറേ അതെന്താ പാട് നോക്കട്ടെ. ഒന്നും കുഴപ്പമില്ല. ഒക്കെ സാറാണ്. ഇതിമോ ഒന്ന് ഇരുന്നാ മതി. ഇരിക്ക വല്ല നീച്ച ഇരിഞ്ഞ് നീച്ചലുണ്ടാവില്ല ഇരിക്കലെന്നെ. തെങ്ങായി നമ്മളെ വീട്ടില് സോഫ അവിടെ കുടിച്ച് പൊന്തിച്ചപ്പോ എന്താകാവല്ലേ ഉറപ്പൊക്കെ അല്ലത്. നിങ്ങൾ നീച്ചുമ്പോ വിളിച്ചാ മതിയേ. കുഴപ്പമുണ്ടാവില്ല. ഏതാ അവിടെ ഇവിടെ അത് മാത്രം ഇവിടെ ഇല്ലാത്തത് ഇങ്ങനെ കുടിച്ച്. അല്ല അത് പോയാലും പിന്നെ അങ്ങനെ ഇരിക്കാലോ. അതൊക്കെ തന്നു ഷെഫീഖാണേ. എന്ത് തോന്നുന്നു? എന്താണ് ഈ സന്തോഷ നിമിഷത്തിൽ താങ്കൾക്ക് പറയാനുള്ളത്? എന്താ പറയാന്? ഇല്ല പറയും. ഒന്നും പറയാല്ലേ? സോഫ കുറച്ചേരം ഇരിക്കാനൊരു സോഫ. ചെറുതന്നെ നിങ്ങൾക്ക് ഇരിക്കാനാ പറഞ്ഞേക്കണേ. വേറെ ആർക്കുമല്ല. ഇത് സംഭവം ഇങ്ങനെ ഓരോ മാസം ഓരോന്നും വാങ്ങിട്ടാ മതില്ലേ? ഓരോരോ പാർട്സ്. ഇതിപ്പോ ഈ കോണ് ക്ലിയർ ആയില്ല. ഇങ്ങോട്ട് 2 കസേര സെയിം അങ്ങനെ മൊത്തത്തിൽ ഇങ്ങനെ വരിക. ഫോട്ടോ കുട്ടിയാ കേട്ടോ.
അങ്ങനെ ഷെഫീക്ക് ഇവിടെ വിളിച്ചിട്ടുണ്ട്. എന്താ ഷെഫീക്ക പണി? എന്താ എനിക്ക് പണിന്ന്? ആ അതാ സൗണ്ടും പോയോ? നമ്മളെ എന്ത് ഇജ് പറയല്ലേന്ന് പറഞ്ഞ ഞങ്ങള് വന്നപ്പോ മിറ്റത്തെ ഒരു സോഫ ഇബലും ഞങ്ങളൊരു സൗണ്ടും കേട്ടിട്ടില്ല. ഒരാഴ്ച മുന്നേ എന്നോ പറഞ്ഞ അമ്മട് പറയന്നെ സോഫ കിട്ടും അറിയാം. അപ്പൊ സോഫ മിറ്റത്തിന്റെ അപ്പൊ ഇപ്രാവശ്യത്തെ ഷംനന്റെ സർപ്രൈസ് പൊളിഞ്ഞിരിക്കുകയാണ്. നെട്ടിയില്ലേ ആ നെട്ടലാണ് നമുക്ക് വേണ്ടത്. വാതിൽ കൊടുത്തപ്പോ ഉമ്മ സോഫ പറഞ്ഞിട്ട് വന്നല്ലോ. അങ്ങനെ പറയുന്നല്ലാതെ എന്താണ് ഒരു ആഴ്ച പറഞ്ഞിക്കണ്. അങ്ങനെ വണ്ടിക്കാരെ അറിയില്ല, വണ്ടി കൂലി കൊടുത്തതും അറിയില്ല. സോഫ ഇട്ടിയാ മതി. പൈസ ഓ ഓ ഞാൻ കൊടുത്തടാ. ആ വണ്ടിക്കൂലി കൂട്ടി പറയണോ? മണിമൂളിന്നാണ് വരണേ. ചറിയും മണിമൂളി അവിടെ എന്നാടാ ആയിക്കോട്ടെ ആയിക്കോട്ടെ. താങ്ക് യു അല്ലേ. ചിപ്ന മെക്കിയിട്ട് മെക്കി തന്നെ. ആ ഇനി പോലെ അവിടെ കൊടുക്കണ്ട. ഓക്കെ ഓള് പോണില്ല ഒന്ന്. ഇപ്പൊ ഇതിട്ടപ്പോ പറഞ്ഞപ്പോ ഒരു കട്ടിലപ്പൊ വാങ്ങിയത് ചെറിയപ്പൂനോട്. ആയിക്കോട്ടടാ. ഷെഫീഖിന്റെ കല്യാണം തന്നെ നമുക്ക് നല്ലൊരു കട്ടില് ചെറിയാപ്പൂന്റെ ആകാം. എല്ലാരും നോക്കുമ്പോ ചെറിയാപ്പൂനെ കണ്ടോ ആ മുട്ടിയാ പോയില്. സിഫ്നാന്റെ ആകെ ബെഡ് ആങ്ങളക്ക് ഇല്ലേ ഉണ്ടാവേ. ആര് ഇങ്ങനെ പൊന്തിച്ചല്ലേ പൊന്തൂല. ഇങ്ങനെ പുളിമോനെ സോഫയിൽ ഇഷ്ടേ എന്താ ചിങ്ങനെ അടിയിലൊന്നും ഇട്ടിട്ടില്ല. എനിക്ക് വീഡിയോ അപ്പന്റെ മടിയിൽ ഇന്നോളി പിടിച്ചോണട്ടാ. മറ്റു പിടിച്ച വേറെ സോഫയൊന്നും വേണ്ട. ഓനെന്താ അന്റെ തള്ളക്കോള് പുതുമ. സിഫ്നൊത്തിരുന്ന അവിടെ സിഫ്നൊത്തിരുന്ന രണ്ടാളിയും കൊള്ളും. ആ മാപ്പിളയും പെണ്ണുങ്ങളും ഉണ്ടായിരുന്നു. അബദ്ധം അവർക്ക് അപ്പോഴുള്ള പരിപാടി തന്നെയാണ്. മറ്റേ നീക്കലിരിക്കുക അതന്നെ പരിപാടി. ഞങ്ങളെന്താ എന്താന്നറിയോ ഞങ്ങള് തറവാട്ടിലായെന്നേ സോഫ കിട്ടി മാനൊക്കെ കണ്ണീച്ചി 5 എണ്ണം അട്ടിക്കിട്ടല്ലേ കടക്കല്. അത് ചേലായതാണ്. ആറ് ലൈറ്റ് അടിച്ചേ. കണ്ണിന് ചെറിയ കാഴ്ച കമ്മിണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ചൊക്ക ചെകണപ്പൊ നോമ്പോട്ടെ. അപ്പൊ സിപ്നാക്ക് എന്താ ഈ നിമിഷത്തിൽ പറയാല്ലേ സോഫ ഇല്ലാത്ത എനിക്ക് സോഫ ഇട്ടി ഏ ഇരിക്കാനൊരു മറ്റേ കസാന്റെ അടവ് വീഡിയോമ്മ കസാല വാങ്ങിയിട്ട് ലാസ്റ്റത്തെ വയ്യാണിത്. ഇത് അല്ല അതിന്റെ അടവ് വീഡിയോ ഇല്ല. ആയിരത്തി ചില്ലാനുണ്ട്. കസാരല്ല അടവാള് ബാക്കിയാണ്. സാറല്ല ഇതിപ്പോ ഉപ്പാക്ക് കൊടുക്കലില്ല. മറ്റേതാണ് ഉപ്പാക്ക് കൊടുക്കല്. കാരണം ഇതുമ്പോ ഇരുന്നപ്പോ പൊട്ടും. കസേര പൊട്ടും. സ്പ്രിങ് ആശെല്ലാം ഉണ്ട്. അങ്ങനെ കരുതുക നാളെ ചിലപ്പോ മറ്റേ കേടൊന്നും കൊണ്ടേ കൊടുക്കണമെന്ന് ഞാൻ അതിന്റെ പിന്നാലെ കാലം. ഇതേ സീനൂന് എന്താ സീനൂന്റെ കുട്ടികളെ പറഞ്ഞറിയോ? ഇത് പാക്കില്ലതല്ലടാ, ഞാൻ ശരിയാക്കി തരാം. ആകെ 2500 റുപ്യ വാങ്ങിയിട്ടുള്ളത്. നല്ല ചങ്ങായിയാണ്. അപ്പൊ ഓന് മാടി ഇപ്പൊ പ്രാർത്ഥിച്ചതാണ്. അല്ലേപ്പാ
ആ എന്താണ് ഞങ്ങള് പോവാടാ. ആ നിങ്ങൾ പോയിക്കോളി. ഞാനല്ലേ റിയാപ്പു നിങ്ങൾക്ക് പിരാന്ത് അല്ലാന്താ പിരാന്ത് നെട്ടിയോ വീഡിയോയിലുണ്ട് കാണാലോ. തലയിലും വെച്ച് ബജ്ജ് തെറ്റി പോകേ ആരോ ജെറ്റി അവിടെ നിർത്തിച്ചു. ഞങ്ങള് സർപ്രൈസ് ആയി എത്തിച്ചതല്ലേ, അപ്പൊ നമ്മള് കാണാതെ എവിടെ നിർത്തിച്ചു. കാണാതെ പേന്റെ മുറ്റത്ത് ഒരാൾ വന്ന് സോഫ ഇറക്കി 10 മിനിറ്റായിട്ടല്ലേ വരക്കാരെ അറിയണ അറിഞ്ഞോ? അറിയപ്പോ ഇനി അങ്ങനെ കടകടാറ് ഒരു വണ്ടി ഇതിലെ പോണുണ്ട് ഇവിടെ എവിടെ. അത് അവിടുന്ന് തിരിച്ചു പോവാൻ പറഞ്ഞതാ. ഞങ്ങള് കുഴപ്പമില്ല, സാധനം സെറ്റായില്ലേ? സൂപ്പർ. ഇതുമൊക്കെ ഒരു കവറാണല്ലേടി. ആ വിരി വാങ്ങാ. മീഷോയില് അതിന് ഇതിന്റെ ഇഞ്ചൊന്നും അറിയില്ലല്ലോ. ആ കണ്ട് തുണിയാണ് വാങ്ങിയാല്, ബാക്കിനെങ്കിൽ മുറിച്ചാണ്ട് ഇട്ടാ മതി. നിങ്ങളെ മേശ നല്ല മേശയൊക്കെ ഉണ്ട് വിരിച്ച്. സോഫ വിരി ഉണ്ടാവും ഡ്രസ്സും കടയില്. അതാകെ ഇതാക്കിയാ മതി. മൊത്തം മൂടണം. ഇനിയിപ്പോ ഒരാഴ്ച ആവുമ്പോ തന്നെ കാലം കാണണം. പിന്നെ പോരാ, നമുക്ക് ജനിച്ചിട്ട് ആദ്യമായിട്ട് കിട്ടും. ഇത് ഇടക്കിടക്ക് പറയണ ചെറിയ പോലെ. എന്തോന്ന് കുത്തി പറയണ മാതിരില്ലേ? അല്ല അവിടെ വലിയ സോഫ കിട്ടിയപ്പോ എങ്ങനെയാണ് കുറച്ച് ദിവസം കടക്കലും ഇരിക്കലും തിന്നലൊക്കെ? ആര്? ഞാൻ ഇരിക്കലേ ഇല്ല അവിടെ. ഞാൻ പുറത്തുപോയ കുത്തിരിക്കലോടും. അടുത്തറി പുതിയ സാധനം കിട്ടിയ എല്ലാരും അങ്ങനെ നല്ല പുതിയ സാധനങ്ങൾ കിട്ടിയാൽ കുറച്ച് ആഗ്രഹത്തോട് ഉണ്ടാവും. ഇരുന്നോ ഞാൻ ഇരുന്നോണ്ട് ഇപ്പാനപ്പ നീപ്പിച്ചിട്ട് ഞങ്ങള് പോയാലും അതിന് നിക്കണ്. ഞങ്ങള് പോയിട്ടാ. അപ്പൊ ഇന്നത്തെ വീഡിയോയില് നമ്മളിപ്പാക്ക് ഒരു സോഫ കിട്ടല് വ്ളോഗ് ചെയ്യുന്നു. അപ്പൊ ഞാൻ അടുത്ത വീഡിയോയില് കാണാം. എല്ലാവർക്കും അസ്സലാമലൈക്കും. ഇനിയും നല്ല നല്ല സോഫകൾ കിട്ടുമെന്ന പ്രതീക്ഷയോടെ അല്ലേ പോയിത്തടി. ആ ഇപ്പേ പോയിട്ടമ്മ പോയി ചെറിയപ്പോ ഇനി ഇതിലേറെ നല്ല സോഫ കിട്ടുമെന്ന പ്രതീക്ഷ കാത്തിരിക്കുകയാണ്. ഇപ്പൊ അറിയാ കാത്തിരിക്കുകയാണ്. അപ്പൊ ഇന്നത്തെ വീഡിയോ അതിന്റെ ഭാഗം. അപ്പൊ ഞാൻ അടുത്ത വീഡിയോയില് കാണാം. എല്ലാവർക്കും പോയി. അസ്സലാമു അലൈക്കും.